ഇതാണ് ബിരിയാണിക്ക് പപ്പടം കൂടിയിടാ തിന്നണത്. എല്ലക്കെന്നെ ഇട്ടതാണ്. അതില് പ്ലേറ്റ് നിറഞ്ഞു. നല്ല മഴ. ഞങ്ങളിപ്പോ കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സുന്നത്ത് കല്യാണം ഉണ്ട്. സുന്നത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. സുന്നത്ത് കല്യാണം ഞാൻ പറഞ്ഞു. സുന്നത്ത് കല്യാണം ഉണ്ട്. അതെ. അപ്പൊ അതിനും വേണ്ടി കോഴിക്കോട് പോവാണ്. ചെറിയ പരിപാടിയാണ്. ചെറിയ പരിപാടിയാണ്. മുത്തൂസ് പറയണ മുത്തൂസിന്റെ മാമന്റെ പരിപാടി. അതെ, മാമന്റെ മോന്റെ കുട്ടീന്റെ സുന്നത്ത് കല്യാണാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അതെ. അപ്പൊ ഞങ്ങൾ എല്ലാരും ഇന്നൊരു കാപ്പി കളർ ഡ്രസ് കൊണ്ടുവരട്ടെ. മുത്തൂസിന്റെ പരിപാടിയാണ്. കാപ്പി, ഞാൻ കാപ്പി, കുട്ടികൾ രണ്ടാളും കാപ്പി. ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇന്നൊരു കാപ്പി മൂടിലാണ്. മൂടല്ലോ. കാപ്പി മൂടില് മാത്രമല്ല, എല്ലായിടത്തും കാപ്പി തന്നെയാണ്. ഇന്ന് ഞങ്ങള് കാപ്പി വൈബിലാണ്. കാപ്പി ഇട്ട് വന്നവരൊക്കെ. മുത്തൂസിന്റെ വൈബാണ് ഞങ്ങളൊക്കെ വൈബ്. ഞങ്ങൾ ആരും ഞങ്ങൾക്ക് ഇന്ന ഡ്രസ് വേണമെന്ന് പറച്ചിലില്ല. മുത്തൂസ് എന്ത് എടുത്തരുന്നോ അത് ഇടുക പോരാ. പാലത്തിന്റെ വീട്ടില് മഴ പെയ്യൂല. നല്ല മഴയാണ്. അവിടെ വരെ മഴ കേട്ടോ. അവിടുന്ന് ഇവിടെ മഴ. ഈ ചൂട് തുടങ്ങിയ മഴ കുറവാണ് പൊതുവെ. അല്ല, സാധാരണ നല്ല മഴ ഉണ്ടാവലില്ലേ? ഈ പ്രാവശ്യം കുറവായി എനിക്ക് തോന്നിയില്ല. അത് കറണ്ട് ഒന്നും ഉണ്ടാവില്ല. പവർ കട്ടൊക്കെ പിന്നെ വരിക എന്നൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞോള് പറഞ്ഞു. അതല്ലാന്നുണ്ടെങ്കിലും ഭരണം മാറിയില്ലേ, പവർ കട്ടൊക്കെ ഉണ്ടാവുന്നതാണ് LDF അറിയാം. പണ്ട് UDF ഭരണത്തിലുണ്ടായ സമയത്ത് അത്ര പവർ കട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ LDF ആയെങ്കിലും പവർ കട്ടൊക്കെ മാറിയപ്പോ വീണ്ടും UDF വീണ്ടും പവർ കട്ട് വരികയാണ്. ഇത്രയും കാലം പവർ കട്ടൊന്നുമില്ലായിരുന്നു അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് നിങ്ങൾ പറഞ്ഞോള്. അപ്പൊ നമ്മളെന്തായാലും കോഴിക്കോട് പോവാണ്. കണ്ട ഗൈസ്, ഇവിടെ ഒന്നും മഴ തന്നെയില്ല. അവിടെയൊക്കെ എന്ത് മഴയായിരുന്നു. നല്ല മഴ കാരണം എനിക്ക് മുന്നേക്ക് കണ്ണനെ കണ്ടില്ല. അവിടെ കുളി ക്ലാസ് വരെ മേടിക്കും. ഇപ്പൊ എന്ത് വെയിലാണ്. ഇപ്പൊ മഴയൊക്കെ മാറി. ഇവിടെ തുള്ളി പോലും ഇട്ടിട്ടില്ല. ഇന്നത്തെ കഴിഞ്ഞ ആളാണ്. എന്തൊരു മടിയാണെന്ന് അറിയാ. ചിക്കാണല്ലോ. എവിടെ? ഇതാണ് സുന്നത്ത് ചെയ്ത ആള് അല്ലേ? കളിക്കണമെന്നൊക്കെ കിട്ടിയോ? ഓന്റെ വണ്ടിയാണ്. ഇതെന്റെ വണ്ടിയാ. അങ്ങനെ കാഴ്ച ഞങ്ങളതാ ഇവിടെ എങ്ങനെ ഇരിക്കണോ. അതിനധികം ആളില്ല കേട്ടോ. ഞങ്ങളെന്നെ ഉള്ളു. നമ്മളെന്നെ വിരുന്നാളിലൊക്കെ ഞങ്ങളിങ്ങനെ കട്ട പോസ്റ്റ് ആയിട്ട് ഇരിക്കാണ്. മുത്തൂസിന്റെ കുടുംബക്കാരായതുകൊണ്ട് മുത്തൂസ് നാട്ടിൽ അപ്പൊ ഇനി കുട്ടീനെ മാറ്റിച്ചിരുന്ന് പള്ളിക്ക് കൊണ്ടുപോകും. അതാണ് ഇന്നുണ്ടാവുക അല്ലേ? അതാണ് ഇവിടെ പരിപാടി. സാധാരണ വലിയ പരിപാടിയായിട്ടാണ് കോഴിക്കോട് ഭാഗത്തുള്ളവർക്കൊക്കെ അറിയുണ്ടാവുമായിരിക്കും. നല്ല വലിയ പരിപാടിയായിരിക്കും ഉണ്ടാവുക. ഇതങ്ങനെ ആരുമില്ല. നമ്മളെ വേണ്ടപ്പെട്ട നമ്മൾ മാത്രം തന്നെ ഉള്ളൂ. വേറെ ആരുമില്ല. നമ്മളെ കുട്ടീൻ്റെ പരിപാടിയൊക്കെ ഞാനൊക്കെ വിളിച്ചാൽ സാധാരണ നല്ല വലിയ പുതിയ പെണ്ണെ പോലെയൊക്കെ ഒരുക്കിയ സ്റ്റേജൊക്കെ കെട്ടി സ്റ്റേജിലൊക്കെ ഇരുത്തി ഓരോരുത്തരുടെ ഗിഫ്റ്റ് കൊടുക്കുക. കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ അങ്ങനെയൊക്കെ അത് ഉണ്ടാവുക. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ മാത്രം കുട്ടീനെ മാറ്റിയിട്ട് പള്ളിക്കൊക്കെ പോവും, വരും, ഫുഡ് കഴിക്കും, നമ്മളെ വീട്ടിലേക്ക് പോകും അല്ലേ? അത്രയുള്ള സിമ്പിൾ പരിപാടി. മുത്തൂസിന്റെ കുടുംബക്കാരവിടെ മുത്തൂസാണ് ഫുള്ള കാര്യങ്ങൾ പറഞ്ഞത്. എനിക്കൊന്നും അറിയില്ല. പിന്നെ അതിലൊക്കെ ഈ പരിപാടി കണ്ടിട്ടില്ല. കണ്ട എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ടാണ്. മലപ്പുറം ഭാഗത്ത് അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ കോഴിക്കോട് ഭാഗത്തുള്ളവർക്ക് മാത്രമേ എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അല്ലേ? പുതിയ കുപ്പായൊക്കെ ഇട്ട് സുന്ദരനായില്ലേ അല്ലേ? ഇങ്ങനെ
എടാ എനിക്കില്ല അയ്യോ ഓന് ഓടില്ല അപ്പൊ അതിന്. പക്ഷെ ആയിരത്തി അങ്ങോട്ട് ഇരുന്നോ? മുളകച്ചാറ്. ഇതാണ് ബിരിയാണിക്ക് പപ്പടം കൂടിയിടാ തിന്നണത്. അല്ല എന്നെ ഇട്ടതാണ് അതില് പ്ലേറ്റ് നിറഞ്ഞിക്കണു. പപ്പടം മണക്ക് ബിരിയാണിക്ക്. ഞാൻ പപ്പടം വേണം. അപ്പൊ ഗൈസ് ഞങ്ങൾ പോകുമ്പോ നല്ല മഴയായിരുന്നു. ചില സ്ഥലത്ത് മഴ ഉണ്ടായത്, ചില സ്ഥലത്ത് മഴ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ തിരിച്ചു വരുമ്പോഴെന്നുണ്ടെങ്കിൽ നല്ല വെയിലാണ്. അപ്പൊ അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കലും കഴിഞ്ഞു. കഴിക്കലൊക്കെ കഴിഞ്ഞോണ്ടല്ലോ നമ്മൾ തിരിച്ചു പോകുന്നത്. പായസൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതാ വളാഞ്ചേരിക്കുള്ള എക്സിറ്റിലെത്തി. അപ്പൊ നാളെ പുതിയ വീഡിയോസും പുതിയ കാര്യങ്ങളുമായിട്ട് കാണാം. ബൈ.